ഇന്ന് കുറച്ച് നാടൻ കറികൾ കൂട്ടിയിട്ടുള്ള ഒരു ഉച്ചയൂണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറി നേരത്തെ വെച്ച് വെച്ചിട്ട് അതിനുള്ള വറവിടുക. ഇന്ന് വറവിടാനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കടുകും കറിവേപ്പില ഉണക്കമുളകും ഇട്ടിട്ട് നമ്മൾ കറി വറവിട്ടു, താളിച്ചു എന്നൊക്കെ പറയും. എന്താ കറി എന്നറിയോ? പരിപ്പും ചേനയും തേങ്ങ അരച്ച് വെച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കറി, നല്ല രസമാണ്. നമ്മൾ ഉപ്പേരിക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വറവിടുക. കടുകും ഉണക്കമുളകും ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ല മൂപ്പിക്കുക. കറിവേപ്പില ഇട്ടിട്ട് നല്ല സ്വർണ്ണ കളർ നിറത്തിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് കർമൂസ, നമ്മൾ വേവിച്ച് വെച്ച കർമൂസ ഇടുക അതിലേക്ക്. എന്നിട്ട് കുറച്ച് നേരം മൂടി വെക്കുക കേട്ടോ. അങ്ങനെ ഉപ്പേരി ആയി കഴിഞ്ഞാൽ അടുത്തത് ഉണക്കമീനാണ്. ഉണക്കമീൻ പൊരിക്കുമ്പോൾ ഇതുപോലെ മുളകിട്ട് പൊരിച്ചാൽ നല്ല രസമാണ്. ആ മുളക് മാത്രം കൂട്ടി ഇങ്ങനെ ചോറിനാ, മുളകും ആ എണ്ണയും വെളിച്ചെണ്ണ. നമ്മൾ ഇങ്ങനെ വറവിടുമ്പോഴൊക്കെ വെളിച്ചെണ്ണ തന്നെ ഇടാൻ നോക്കണം, അപ്പോൾ നല്ല രുചി കൂടും. മുതിര അച്ഛമ്മ രാവിലെ കടിക്കുണ്ടാക്കിയതാട്ടോ. ഒരു ലോഡ് മുതിര പൊങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചോറിൻ്റെ കൂടെ കൂട്ടി വേണം തീർക്കാൻ. ഈ തണുപ്പ് കാലത്ത് തിന്നാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ മുതിര. നമ്മളെ ശരീരത്തിന് നല്ല ചൂടൊക്കെ നൽകും. പിന്നെ പ്രോട്ടീനും കാൽഷ്യം അയണും ആൻറ്റി ഓക്സിഡൻസും എല്ലാ സാധനവും ഉണ്ട് ഈ മുതിരയിൽ. ഇങ്ങനെയൊക്കെ തിന്നാൻ മടിയാണെങ്കിലേ കഞ്ഞി വെച്ച് കുടിച്ചാൽ മതി ചോറിൻ്റെ കൂടെ ഇട്ടിട്ട്. പിന്നെ ഇന്ന് അച്ഛനൊരു പുതിയ സാധനം കൊണ്ടുവന്നു. ഈന്തപ്പഴം മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാർ. സൂപ്പറായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ചൂടോടെ തിന്നാൻ എന്ത് രസമാണ്. ഇത്ര പുതിയ കറികൾ ഉണ്ടാക്കാൻ പഠിച്ചാൽ ഇതുപോലത്തെ നമ്മളെ നാടൻ കറികൾ ഒരിക്കലും വിട്ടുകളയരുത് കേട്ടോ. ആഴ്ചയിൽ 2 വട്ടമെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണം.